മറ്റൊരാളുടെ പെരുമാറ്റം കാരണം നിങ്ങളുടെ ഒരു ദിവസം മുഴുവൻ മോശമായിട്ടുണ്ടോ? ഒരുപക്ഷേ അതൊരു മോശം സംസാരമാകാം, അല്ലെങ്കിൽ കരുതിക്കൂട്ടിയുള്ള ചില പ്രവൃത്തികളാകാം. അത് ശരിക്കും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്, അല്ലേ? പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ അനുവദിക്കാതെ ആർക്കും നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല. പുറത്തെന്ത് നടന്നാലും ശാന്തതയോടെ ഇരിക്കാൻ നമുക്ക് കഴിഞ്ഞാലോ? ആർക്കും നിങ്ങളെ തളർത്താൻ കഴിയാത്തത്ര സമാധാനം ഉള്ളിലുണ്ടെന്ന് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഇത് വെറും ആഗ്രഹമല്ല, മറിച്ച് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുന്ന ഒന്നാണ്. ഈ എപ്പിസോഡിൽ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം നിയന്ത്രിക്കാനും സമാധാനം നിലനിർത്താനും സഹായിക്കുന്ന 10 പാഠങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിനർത്ഥം വികാരങ്ങളില്ലാത്തവരാകുക എന്നല്ല, മറിച്ച് പ്രതിസന്ധികളെ തളരാതെ നേരിടാനുള്ള കരുത്തു നേടുക എന്നതാണ്. മറ്റുള്ളവരുടെ വിമർശനങ്ങളെയും മോശം പെരുമാറ്റങ്ങളെയും എങ്ങനെ നേരിടാമെന്നും ആത്മവിശ്വാസത്തോടെ എങ്ങനെ മുന്നോട്ടു പോകാമെന്നും നമുക്ക് നോക്കാം. ആർക്കും നിങ്ങളുടെ മൂഡ് കളയാൻ പറ്റാത്ത രീതിയിൽ മനസ്സിനെ മാറ്റിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് തുടങ്ങാം. 1. നിങ്ങളുടെ പ്രതികരണം നിങ്ങളുടെ തീരുമാനമാണ്. മറ്റൊരാളുടെ പെരുമാറ്റം കാരണം നിങ്ങളുടെ ഒരു ദിവസം മുഴുവൻ മോശമായിട്ടുണ്ടോ? ഒരുപക്ഷേ അതൊരു മോശം സംസാരമാകാം, അല്ലെങ്കിൽ കരുതിക്കൂട്ടിയുള്ള ചില പ്രവൃത്തികളാകാം. അത് ശരിക്കും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്, അല്ലേ? പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ അനുവദിക്കാതെ ആർക്കും നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല. പുറത്തെന്ത് നടന്നാലും ശാന്തതയോടെ ഇരിക്കാൻ നമുക്ക് കഴിഞ്ഞാലോ? ആർക്കും നിങ്ങളെ തളർത്താൻ കഴിയാത്തത്ര സമാധാനം ഉള്ളിലുണ്ടെന്ന് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഇത് വെറും ആഗ്രഹമല്ല, മറിച്ച് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുന്ന ഒന്നാണ്. ഈ എപ്പിസോഡിൽ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം നിയന്ത്രിക്കാനും സമാധാനം നിലനിർത്താനും സഹായിക്കുന്ന 10 പാഠങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിനർത്ഥം വികാരങ്ങളില്ലാത്തവരാകുക എന്നല്ല, മറിച്ച് പ്രതിസന്ധികളെ തളരാതെ നേരിടാനുള്ള കരുത്തു നേടുക എന്നതാണ്. മറ്റുള്ളവരുടെ വിമർശനങ്ങളെയും മോശം പെരുമാറ്റങ്ങളെയും എങ്ങനെ നേരിടാമെന്നും ആത്മവിശ്വാസത്തോടെ എങ്ങനെ മുന്നോട്ടു പോകാമെന്നും നമുക്ക് നോക്കാം. ആർക്കും നിങ്ങളുടെ മൂഡ് കളയാൻ പറ്റാത്ത രീതിയിൽ മനസ്സിനെ മാറ്റിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് തുടങ്ങാം. 1. നിങ്ങളുടെ പ്രതികരണം നിങ്ങളുടെ തീരുമാനമാണ്. യോർ റിയാക്ഷൻസ് ആർ യോർ ചോയ്സ്. നിങ്ങൾ സമാധാനമായി ഇരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് മോശമായി സംസാരിച്ചാൽ ഉടനെ നിങ്ങളുടെ സമാധാനം പോകും, പകരം ദേഷ്യം വരും. അവൻ എന്റെ ദിവസം നശിപ്പിച്ചു എന്ന് നിങ്ങൾ കരുതും. പക്ഷേ സത്യമതല്ല, നിങ്ങൾ തന്നെയാണ് അത് നശിപ്പിച്ചത്. നിങ്ങളുടെ വികാരങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങൾ അധികാരം കൊടുക്കാതെ ഒരാൾക്കും നിങ്ങളെ വിഷമിപ്പിക്കാൻ കഴിയില്ല. ലോകം നിങ്ങൾക്ക് മുന്നിൽ വെല്ലുവിളികൾ ഉയർത്താം, പക്ഷേ എങ്ങനെ പ്രതികരിക്കണം എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. 2. എല്ലാവരും നിങ്ങളെപ്പോലെ പെരുമാറണം എന്ന് വാശി പിടിക്കരുത്. ഞാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെ ഓരോരുത്തരും അവരുടെ സാഹചര്യങ്ങൾക്കും സ്വഭാവത്തിനും അനുസരിച്ചേ പെരുമാറൂ. മറ്റുള്ളവർ നിങ്ങളെപ്പോലെ ചിന്തിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നത് നിരാശ മാത്രമേ നൽകൂ. അവരെ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം അവരങ്ങനെയാണെന്ന് അംഗീകരിക്കാൻ പഠിക്കുക. 3. എപ്പോഴും ശരി പന്റേതാണെന്ന് വാദിക്കാതിരിക്കുക. ചില തർക്കങ്ങളിൽ ജയിക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടാറുണ്ട്. എന്നാൽ ജയിക്കുന്നതാണോ അതോ സമാധാനമായി ഇരിക്കുന്നതാണോ നിങ്ങൾക്ക് പ്രധാനം? എപ്പോഴും താൻ പറയുന്നതാണ് ശരി എന്ന് വാദിക്കുന്നത് വെറുതെ ടെൻഷൻ ഉണ്ടാക്കുകയേ ഉള്ളൂ. വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് തോൽവിയല്ല, മറിച്ച് മനസ്സിന്റെ കരുത്താണ്. 4. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ നിങ്ങളുടെ വില തീരുമാനിക്കരുത്. മറ്റുള്ളവരുടെ പുകഴ്ത്തലിലോ കുറ്റപ്പെടുത്തലിലോ വീണുപോകരുത്. മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി കാത്തുനിന്നാൽ നിങ്ങളുടെ സമാധാനം അവരുടെ കയ്യിലാകും. വിമർശനങ്ങൾ കേൾക്കുക, അതിൽ നല്ലതുണ്ടെങ്കിൽ സ്വീകരിക്കുക. അനാവശ്യമായവ തള്ളിക്കറയുക. 5. അതിർവരമ്പുകൾ നിശ്ചയിക്കുക. പ്രൊട്ടക്റ്റ് യുവർ എനർജി ബൈ സെറ്റിംഗ് ബൗണ്ടറീസ്. മറ്റുള്ളവരോട് ചില കാര്യങ്ങളിൽ നോ എന്ന് പറയേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാവില്ല. നിങ്ങളുടെ സമയത്തിനും അധ്വാനത്തിനും ഒരു പരിധി നിശ്ചയിക്കുക. അത് കൃത്യമായി മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യുക. 6. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കാര്യമാക്കാതിരിക്കുക. ഡിറ്റാച്ച് ഫ്രം ദി ഒപ്പീനിയൻസ് ഓഫ് അതേഴ്സ്. ഓരോരുത്തരും അവരുടെ കാഴ്ചപ്പാടിലൂടെയാണ് ലോകത്തെ കാണുന്നത്. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞാൽ അത് അവരുടെ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്, നിങ്ങളെയല്ല. മഴ പെയ്യുമ്പോൾ നനയാതിരിക്കാൻ കുട പിടിക്കുന്നതുപോലെ മറ്റുള്ളവരുടെ മോശം അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിനെ മാറ്റി നിർത്തുക. 7. ദേഷ്യത്തിനു പകരം മൗനം പാലിക്കുക.
റെസ്പോണ്ട് വിത്ത് സൈലൻസ്, നോട്ട് ആങ്കർ. മൗനം വലിയൊരായുധമാണ്. മിണ്ടാതിരിക്കുന്നത് തോൽവി സമ്മതിക്കലല്ല, മറിച്ച് മോശം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ്. ദേഷ്യം കൂടുമ്പോൾ പറയുന്ന വാക്കുകൾ പിന്നീട് ഖേദിക്കാനിടയാക്കും. അതുകൊണ്ട് മൗനം പാലിച്ച് സമാധാനത്തോടെ പിന്നീട് പ്രതികരിക്കുക. 8. നന്ദിയുള്ളവരായിരിക്കുക. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഡിസോൾവ് ആങ്കർ. ഒരേ സമയം ദേഷ്യവും നന്ദിയും പ്രകടിപ്പിക്കാൻ കഴിയില്ല. ദേഷ്യം വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ 3 നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഈ മാറ്റം നിങ്ങളുടെ മനസ്സിനെ പെട്ടെന്ന് തണുപ്പിക്കാൻ സഹായിക്കും. 9. വിമർശനങ്ങളെ വളർച്ചയ്ക്കുള്ള അവസരമാക്കുക. റീഫ്രെയിം ക്രിറ്റിസിസം ആസ് എ ടൂൾ ഫോർ ഗ്രോത്ത്. ആരെങ്കിലും വിമർശിക്കുമ്പോൾ അത് നമ്മളെ തകർക്കാനാണെന്ന് കരുതരുത്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നോക്കുക. നമ്മുടെ കുറവുകൾ തിരുത്താൻ അത് സഹായിക്കും. അനാവശ്യമായ കുറ്റപ്പെടുത്തലുകളെ വെറുതെ വിട്ടേക്കുക. 10. വിട്ടുകളയാൻ പഠിക്കുക. മാസ്റ്റർ ദി ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ. മറ്റുള്ളവരോടുള്ള ദേഷ്യം മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കയ്യിൽ കനൽ പിടിക്കുന്നത് പോലെയാണ്. അത് പൊള്ളിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. നടന്ന കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കാതെ അവ വിട്ടുകളയുക. അത് മറ്റൊരാൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ സ്വന്തം സമാധാനത്തിനാണ്. ഈ 10 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഏത് സാഹചര്യത്തിലും സമാധാനം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും. സമാധാനമായി ഇരിക്കുക എന്നത് ഒരു യാത്രയാണ്. അതൊരു ശീലമാക്കി മാറ്റുക. നിങ്ങളുടെ വികാരങ്ങളുടെ യജമാനൻ നിങ്ങൾ തന്നെയാകട്ടെ.